ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണേ. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ. എനിക്കറിയാവുന്ന റെസിപ്പി വെച്ച് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞത് അതിനെ വറുത്ത് കോരി മാറ്റി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഇട്ട് ഇതുപോലെ തന്നെ വറുത്ത് കോരി മാറ്റുവാണ്. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം എൻ്റെ കൈവശമുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ അതിലേക്ക് ചേർക്കുവാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മസാല, മല്ലിയില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തത്. 1 കപ്പ് അരി ആയതുകൊണ്ട് തന്നെ അതിന് 1.25 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണേ. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ. എനിക്കറിയാവുന്ന റെസിപ്പി വെച്ച് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവാള അരിഞ്ഞത് അതിനെ വറുത്ത് കോരി മാറ്റി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഇട്ട് ഇതുപോലെ തന്നെ വറുത്ത് കോരി മാറ്റുവാണ്. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം എൻ്റെ കൈവശമുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ അതിലേക്ക് ചേർക്കുവാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മസാല, മല്ലിയില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ടായതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തത്. 1 കപ്പ് അരി ആയതുകൊണ്ട് തന്നെ അതിന് 1.25 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് തിളപ്പിച്ചെടുത്തത്. അരി ഞാൻ ഒരു അരമണിക്കൂർ മുൻപേ കഴുകി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അരി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒറ്റ ഫിസിൽ കേൾപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ കുക്കർ ഓപ്പണാക്കി നോക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നന്നായിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവാളയും കാഷ്നട്ടും ഉണക്കമുന്തിരിയും എല്ലാം കൂടെ അതിൽ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് സാലഡും കുറച്ച് പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് കുഴപ്പമില്ല, നന്നായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നാൽ പിന്നെ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.